ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഉണ്ണിവാവ വ്ളോഗ്സ്. അപ്പോൾ അവിടെ കുറച്ച് കുട്ടികളുണ്ട്. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സർപ്രൈസ് വീഡിയോ ആവേണ്ടതായിരുന്നു. പക്ഷെ ഇവര് വീട്ടിൽ ആരെയും അറിയിക്കാത്തതുകൊണ്ട് ഒരു സർപ്രൈസും ആയില്ല ഗൈസ്. അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പക്ഷെ ഞാനൊക്കെ ഞെട്ടിപ്പോയി. അങ്ങനത്തെ ഒരു സർപ്രൈസാണ് കേട്ടോ. എന്ന് വെച്ചാൽ ഞാനൊക്കെ ഇന്നലെ രാത്രി പോയി കിടന്നുറങ്ങി. എല്ലാവരും കിടന്നുറങ്ങിയിട്ടുണ്ട്, നോർമലായിട്ടുണ്ടായിരുന്നു. അച്ചു ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അച്ചു ഉണ്ണിയും കൂടി ഇവിടെ TV കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഞാനാണെങ്കിലോ റൂമില് പോയി കിടക്കുകയാണ്. അപ്പൊ മമ്മി ഇടയ്ക്കില്ലേ, ഇങ്ങനെ ഞാൻ പോയി കിടന്നാലും മമ്മി ഇടയ്ക്ക് വന്നിട്ട് എന്നെ വരും. ഇടയ്ക്ക് വന്നിട്ട് എന്നെ ഇങ്ങനെ വെറുപ്പിക്കുകയൊക്കെ ചെയ്യും. അപ്പൊ ഇന്നലെ ആണെങ്കിൽ ഞാൻ ഉറക്കം പിടിച്ച് വരുമ്പോഴേക്കും വിളിക്കണു. എനിക്കാണെങ്കിൽ ദേഷ്യം വന്നു. ഇപ്പോഴാണ് മമ്മി കളിക്കാൻ വരുന്ന വെച്ചിട്ട് ഞാൻ ഓക്കെ ശരി എന്താ മമ്മി ചോദിച്ചു. അപ്പൊ ആരാ ചോദിച്ചു. അപ്പൊ മമ്മി സൗണ്ട് മാറ്റിയ പോലെ ഇങ്ങനെ ഞാൻ എന്തോ പറയാ. അപ്പൊ മമ്മി അടുത്തിട്ട് ദേഷ്യം വന്ന് തുറക്കാൻ നിൽക്കണു. വെല്ലുമ്മയും ചിങ്കിരി നിൽക്കണു. ഞാനങ്ങോട്ട് ഞെട്ടി, സത്യമായിട്ട് ഞാനങ്ങോട്ട് ഞെട്ടി. എനിക്ക് സന്തോഷമാണോ ദേശത്തില് മമ്മീനെ ചീത്ത അറിയാൻ വേണ്ടി വന്നതാണ്, വാതിൽ തുറന്നാണ്. നോക്കണു ചിങ്കിരിനെ എടുത്തിട്ട് വെല്ലുമ്പോ നിൽക്കണു. ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ എക്സ്പെക്ട് ചെയ്തേട്ടോ, ചെറുതായിട്ട് പോലും ഞാൻ വിചാരിച്ചിട്ടില്ല. ഓക്കെ, അപ്പൊ എന്തായാലും അതായിരുന്നു വീഡിയോ. അപ്പൊ ഇൻട്രോ എടുക്കാനോ അതൊക്കെ ഞാൻ പറഞ്ഞത് എല്ലാവരും കാണിച്ചു തരാം. നമ്മള് അപ്പപ്പോ ഇന്നലെ 4 മണിക്കൊക്കെ ഇവർ ഉറങ്ങിയിരിക്കണേ. 1 മണിക്കാ വന്നത് കേട്ടോ. ഞാനൊരു 2 മണിയാകുമ്പോഴേക്കും ഉറങ്ങി. കാരണം ഞാൻ അപ്പൊ തന്നെ ഉറക്കം പിടിച്ച് വന്നതായിരുന്നു. പിന്നെ ഇവർ വന്നപ്പോ അങ്ങനെ സംസാരിച്ചൊക്കെ ഇരുന്നതാണ്. അപ്പോൾ ആരൊക്കെ വന്നതെന്ന് വെച്ചാൽ നമ്മുടെ ജയേട്ടൻ, വിജയ് ചേച്ചി, പ്രജി, തക്കുടു ആൻഡ് പവി ചേച്ചി, ചിങ്കിരി, വല്യമ്മ. അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇത്രയും പേരാണ് കേട്ടോ വന്നിരിക്കണേ. അപ്പൊ എല്ലാരും ഇവിടെ ഉണ്ട്. വീഡിയോ എല്ലാം എടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി എടുക്കും. ഇന്നലെ ആണെങ്കിൽ അച്ചുവിനൊക്കെ സർപ്രൈസ് ആയിട്ടോ. കാരണം അച്ചു വെറുതെ മമ്മി ഇന്നലെ വെറുതെ പറഞ്ഞപ്പോ എന്നാ കുറച്ച് വെക്കേഷന് വന്നിട്ട് ഇരുന്നിട്ടില്ലല്ലോ വെച്ചിട്ട് എന്തായാലും ഒരു 2 days ഇരിക്കി പറഞ്ഞിട്ടിരുന്നാണ്. തക്കുടിനാണ് പനിയുണ്ട് കേട്ടോ. അന്ന് വന്നപ്പോഴും അതൊരു വയ്യാത്ത പോലെയായിരുന്നു, ഇന്നും വയ്യാണ്ട്. ബട്ട് കുട്ടിയാണെങ്കിലോ മമ്മിയുടെ കയ്യിൽ രാവിലെ നയിക്കുമ്പോ മോതിരമൊക്കെ ഇട്ടിട്ട് എന്താന്ന് വെച്ചാൽ മോതിരം ഇട്ട് അങ്ങനെ കിടന്നിട്ട് ഭയങ്കര നീരായിരിക്കും കേട്ടോ. ഇതിന്റെ വീഡിയോ എടുത്തിട്ടുണ്ട്, കാണിച്ചു തരാം. അപ്പൊ മമ്മി എപ്പോഴും നീരുണ്ട് പറയുമ്പോ എനിക്ക് അറിയണ്ടായിരുന്നില്ല കേട്ടോ. ഇന്ന് പക്കയായിട്ട് അറിഞ്ഞ വീഡിയോ ഞാൻ കൊടുക്കാട്ടോ. കാരണം 2 മോതിരം ഇട്ടിട്ടുണ്ട്, അത് വരുന്നില്ല. കാരണം അവിടെ ഭയങ്കര നീരായിട്ട് ഇങ്ങനെ നിക്കില്ലേ, അങ്ങനെ നിക്കുക. എണ്ണയൊക്കെ ഇട്ടിട്ട് വല്യമ്മയും ചേച്ചിയും കൂടെ എടുത്തു കൊടുക്കുക കേട്ടോ ചെയ്ത്. അപ്പൊ ഓക്കെ, ഞാൻ ഇപ്പൊ എന്തിനാ റെഡി ആയിട്ടിരിക്കണെന്ന് വെച്ചാൽ ഞാൻ കടയിൽ പോകാൻ നിൽക്കുകയാണ്. ഇവരെന്നെ കടയിലേക്ക് വിടുകയാണ്. പിന്നെ എനിക്ക് കുറച്ച് പരിപാടി ഉണ്ട്. അപ്പൊ എന്തായാലും ഓക്കെ, ഞാൻ എല്ലാരും കാണിച്ചു തരാം. രാത്രി സമയം 1:30. ഇവിടെ എന്താണെന്ന് നോക്കൂ. നമ്മുടെ തക്കുടു പിടിവാശി പിടിച്ചിട്ട് തക്കുടുവിനെ എപ്പൊ തന്നെ നടക്കാൻ പറഞ്ഞിട്ട് ഇത്രയും നേരം നമ്മൾ അംഗം വെട്ടിയത് ഇവിടെ കുറച്ച് നിറയ്ക്കണം. തക്കുടിനെ കുഞ്ഞിത് ഇപ്പൊ തന്നെ ചാണകം റെഡി ആയിട്ടിരിക്കുകയാണ്. 2 കുട്ടികളെയും കുട്ടീസിനെയും നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഇരുത്തിയിട്ടുണ്ട്. നമ്മൾ നാളെയാണ് വെള്ളം നിറയ്ക്കുള്ളൂ അല്ലേ തക്കുടു? ഹാപ്പി ഹാപ്പി പറ, ഇല്ലെങ്കിൽ ഇപ്പൊ എടുത്തിട്ട് പോവും. ഇത്ര നേരം ഒരു സമാധാനം തന്നിട്ടുണ്ടായിരുന്നില്ലേ ഈ കുട്ടി. താങ്ക് യു. എന്നെ ഉറക്കത്തുനിന്ന് വിളിച്ചിട്ട് ഞാൻ ഉറക്കാണ്ടിന്റെ സത്യം ഞാൻ ഞെട്ടിപ്പോയി. പറയാതെ വന്നിട്ടേ ഞങ്ങളൊക്കെ ഒന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വാവച്ചിയൊക്കെ ഉറങ്ങിയിട്ട് വാവച്ചിനൊക്കെ ഉണർത്തി ഇങ്ങോട്ട് കൊണ്ടുവന്നതാ. സുന്ദരിയാ. എന്താ തക്കടു? How is the breakfast? നല്ല ഇഷ്ടപ്പെട്ടു ബ്രേക്ക്ഫാസ്റ്റ്. അതെ, ഓക്കെ. നമ്മുടെ സാമ്പാർ, ചട്നി ആൻഡ് ഇഡലിയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. വീട് വൃത്തിയായി കിടക്കണ വീടാണെന്ന് വെച്ചാൽ എല്ലാവരും വന്ന് വീട് എത്ര വൃത്തികേടാണെങ്കിലും നമ്മൾ പിന്നെ കുട്ടികളും കൂടി ഉണ്ടല്ലോ, അപ്പൊ ഓരോന്ന് വലിച്ചു വാരി ഇടും. കണ്ടു
അതെ ഇന്നിപ്പോ എടുത്തിട്ട് വരട്ടെ പോയിട്ട്. ഇതൊക്കെ രാത്രി സർപ്രൈസ് ആയിട്ട് വന്നതാട്ടോ. ഇവരൊന്നും പറഞ്ഞില്ല, വരുന്നേ പറഞ്ഞില്ല. വരാന്ന് ആദ്യം പറഞ്ഞു, പിന്നെ ജയ്ക്ക് ഒറീസ പോണം, അവിടെ എന്തോ കേസിന്റെ കാര്യമായിട്ട് പോണെന്ന് പറഞ്ഞപ്പോ പിന്നെ അങ്ങനെ വിട്ടു, വരുന്നില്ലാന്ന്. ഇന്നലെ നോക്കണു ഇവരെല്ലാരും കൂടി രാത്രി 1 മണിക്ക് വന്നിട്ട് വീട്ടില് ഓട്ടോയിലൊക്കെ ട്രെയിനിലാ വന്നിരിക്കണേ, വന്ന് ബെല്ലടിക്കുക. അപ്പൊ ഞാൻ വിചാരിച്ചു, ഞാൻ ക്യാമറയിൽ കൂടെ നോക്കിയപ്പോ ഇങ്ങനെ ഓട്ടോയാണ് കേട്ടോ. അങ്ങനെ എനിക്ക് കണ്ടു. അപ്പൊ ഉണ്ണിക്ക് കണ്ടിട്ടില്ല, വാവയ്ക്കും കണ്ടില്ല. അപ്പൊ ഞാൻ വാതിൽ തുറക്കാൻ പോകുമ്പോ ഉണ്ണി ജനലൊക്കെ തുറന്നങ്ങ് നോക്കിണ്ടായിരുന്നു, പക്ഷെ അവൾക്ക് മനസ്സിലായില്ല. അച്ചുട്ടിയും ഉണ്ണിയും കൂടെ എന്തിനാ തുറക്കണ വാതില്, അമ്മയ്ക്ക് എന്താ പ്രാന്താണ്, ക്യാമറയിൽ കൂടെ നോക്കിയിട്ടൊക്കെ തുറന്നാ മതി പറഞ്ഞു. പിന്നെ നോക്കുമ്പോ ഇവരെല്ലാരും വന്നു. ഇവര് സർപ്രൈസ് ആയിരുന്നു എന്നാ പറഞ്ഞത്. അങ്ങനെ അപ്പൊ ഇതാണ്ട് നമ്മുടെ അച്ചുട്ടി ഉണ്ട്, തക്കുടും ഒക്കെ ഉണ്ട്. അവര് ഹായ് കാണിച്ചു കൊടുക്ക്, ഹായ് പറ. അപ്പൊ ഫുഡ് കഴിക്കണേ. ഇന്നിപ്പം ശരീരം ഇതാണ്ടോ, കൈയൊക്കെ മോതിരം എന്തെങ്കിലും രാത്രി അറിയാതെ ഇട്ടിട്ട് ഊരാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ അതിനെങ്ങനെ ഊരരുത് ഇതിലിട്ട്. അപ്പൊ നിങ്ങൾ ചോദിക്കും എന്തിനാ മോതിരം അവിടെ അഴിച്ചു വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ രാത്രി അവിടെയും ഇവിടെയും പോകണ്ടാച്ചിട്ട് വെറുതെ എടുത്തിട്ടതാ. നോക്കുമ്പോ അത് ഊരാൻ കിട്ടുന്നില്ല. മയില് അറിയുന്നുണ്ടോ? അപ്പൊ കഴിക്കട്ടെ കേട്ടോ. ഞാൻ ഇഡലിയും സാമ്പാറുണ്ട്. ഉണ്ണിക്ക് കഴിച്ചല്ലോ. അച്ചുമണി കഴിച്ചില്ലല്ലോ, അച്ചു എടുത്തിട്ടാ കഴിക്കാം. ഹലോ, എന്ത് പറയുന്നു? ഭയങ്കര ഹാപ്പിയാണ്. അതെ ഗൈസ്, ഇവരെപ്പോ മെയ് 1 വരാൻ നിന്ന ആൾക്കാരാണ്. അതിന് ഞാൻ പിന്നെ ഹോപ്പ് വിട്ടു, ഇവര് വരുന്നില്ലാന്നേ എന്നെ മനസ്സിലാക്കി. അപ്പോഴാണ് പെട്ടെന്ന് വന്നത്. പെട്ടെന്ന് വന്നതല്ലേ. പ്രജി എപ്പടി ഇരിക്കേ? ഓക്കെ, അപ്പൊ ജയേട്ടനൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. എല്ലാരും ഫുഡൊക്കെ കഴിക്കൽ കഴിഞ്ഞു കേട്ടോ. അപ്പൊ 12:30 ഈ സമയം. അപ്പൊ ഇനി എനിക്ക് എന്തൊക്കെയോ സാധനങ്ങൾ മേടിച്ചു കൊടുക്കാണ്ട് കുറെ ഒരു ബില്ല് തന്നെ ഇട്ടിട്ടുണ്ട് ഇവര്. അത് മേടിച്ചു കൊടുത്തിട്ട് വേണം എനിക്ക് ഒറ്റപ്പാലം പോകാണ്ട്. കുറച്ച് പരിപാടി ഉണ്ട് കേട്ടോ. അപ്പൊ അടുക്കളയിലൊക്കെ ഭയങ്കര ഒച്ചയാണ്. അപ്പൊ മോളിക്ക് വിളിക്കണോ? മമ്മിക്കാണെങ്കിൽ വയ്യ കേട്ടോ. അപ്പൊ മമ്മി ഇങ്ങനെ നടക്കണേ. മമ്മിക്ക് തക്കുടുവാണെങ്കിലോ മമ്മി ഒരു സ്വിമ്മിംഗ് പൂള് മേടിച്ചിട്ട് വെക്കുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്വിമ്മിംഗ് പൂള് വന്ന ഉടനെ സ്വിമ്മിംഗ് പൂള് പിന്നെ രാവിലെ നീച്ചുള്ള സ്വിമ്മിംഗ് പൂള് ഞാൻ കാണിച്ചു തരാം കേട്ടോ, ഏതാ സ്വിമ്മിംഗ് പൂളെന്ന്. പിന്നെ നമ്മുടെ മോളിലാണെങ്കിൽ അടിപൊളിയാക്കിട്ട് മമ്മി. ഇതൊന്നും ഞാൻ പ്രതീക്ഷിച്ചേ ഇല്ല. കണ്ടോ, ഇതാണ് സെറ്റ്. ഇല്ല, ഈ കട്ടിലായിരുന്നു നമ്മളന്ന് ചേഞ്ച് ചെയ്തപ്പോ ഇട്ടത് കേട്ടോ. ചിങ്കിരി ഇതെന്താണിത്? സൂചിച്ചോ ചിങ്കിരിക്ക് വലുതായിട്ടോ ഗൈസ്. ചിങ്കിരി വാശി പിടിക്കാൻ തുടങ്ങി അല്ലേ? നമ്മുടെ വിക്കി ചേച്ചി വിളിക്കുന്നുണ്ട്. ഏട്ടാ കാണില്ല, ഇതെന്താ അയൻ ചെയ്യാ? ഇല്ല, കണ്ട് വിക്കിയേട്ടാ ഹായ് പറയൂ. വിക്കി കുവൈത്തിലാണ്. വിക്കിയേട്ടന് എല്ലാരും മിസ്സിംഗ് ആണ്. വിക്കിയേട്ടന്റെ കോമഡി എല്ലാരും മിസ്സിംഗ് ആണ്. ഓക്കെ ഗൈസ്, ഇതാണ് ഞാൻ പറഞ്ഞ സ്വിമ്മിംഗ് പൂൾ. ഇതാണ് സ്വിമ്മിംഗ് പൂൾ കേട്ടോ. നമ്മുടെ തക്കുടൂരും മമ്മി മേടിച്ചു വെച്ചതാണ്. അപ്പൊ എപ്പോഴും വീഡിയോയിലൊക്കെ പോകുമ്പോ പറയും കേട്ടോ. അപ്പൊ ഈ കുട്ടി ഇത് വന്നപ്പോ തൊട്ട് ഈ സ്വിമ്മിംഗ് പൂളിൽ വെള്ളം നിറക്കിന്ന് പറഞ്ഞിട്ട് നടക്കുക കേട്ടോ. അവൾക്കാണെങ്കിൽ നല്ല പനിയാണ്. ഇഷ്ടപ്പെട്ടോ? മമ്മിക്ക് വയ്യ, അതാ മമ്മി ഇങ്ങനെ ഇരിക്കുന്നത്. കാല് മാത്രം നനച്ചു കൊടുക്കാം. എല്ലാം ശ്രദ്ധിച്ചിരിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ അതിന് കൊടുക്കുന്നതാണ്. കാരണം എന്താ അറിയോ, അതിന് പഠിച്ചു അതിന് ശാപം കിട്ടോടെ നമുക്ക്. അച്ഛമ്മ അച്ഛ ഇന്നലെ വന്നപ്പോ നമ്മൾ അച്ഛൻ മാത്രം ഗസ്റ്റ് വിചാരിച്ചിരിക്കുകയായിരുന്നു. നോക്കുമ്പോ അല്ല, അച്ഛനും കടന്ന് എല്ലാരും വന്നിട്ടുണ്ട്. അപ്പോ ഈ അടിയില് അടിയില് നമ്മളെ റെഡ് പെയിന്റ് ആയിരുന്നു. ഇപ്പൊ മമ്മി ഇന്നലെ അടുപ്പിച്ചതാണ് ബ്ലൂ കളർ. അടിപൊളി. ഞാൻ ബ്ലൂ കളർ എന്തിനാ അടിക്കണ വിചാരിച്ചപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ബട്ട് അടിച്ചു. അതെയോ?
പക്ഷെ ഓ ആ അടിപൊളി ഉണ്ടല്ലേ. റെഡിന്നൊരു ചേഞ്ച് ആയി, നന്നായിട്ടുണ്ട്. പിന്നെ അതാ കണ്ടോ, ഇവിടെയാണ് ഈ റെഡ് ആയിരുന്നു, ഇവിടെ ഫുള്ളായിട്ടുണ്ടായിരുന്നു. കണ്ടിരുന്നു ചെറുത് പിന്നെ സീനാണ്, എവിടെ നിക്കില്ല. മമ്മിയോട് ഒരു കാര്യം ചോദിക്കാൻ, ഇത് എവിടുന്ന ഈ ഐഡിയ കിട്ടി? ഈ പെയിന്റിങ് അതൊക്കെ സ്വയം ഒന്നും നമ്മളൊന്നും വിചാരിക്കില്ല, പെട്ടെന്ന് ഇതാക്കും. കഴിവാണോ അത് ജനിക്കുമ്പോ കിട്ടിയത്. ഓക്കെ ഗൈസ്, നമ്മുടെ ഇത് മമ്മി നിറച്ചതാ ഗൈസ്. ഇതിൽ വെള്ളം നിറക്കണ്ട, ഇങ്ങനെയൊക്കെ നിറച്ച എങ്ങനെയുണ്ടാവും? മമ്മി മമ്മി തക്കുടു ഇങ്ങനെ വെച്ചത് വീഴും. ഇവിടെ ഇങ്ങനെയൊക്കെ സൈഡിലൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ട്. മമ്മി തക്കുടുവിന് നേരെ ഇറങ്ങാൻ പറ്റില്ല, അവൾക്ക് പനിയായുണ്ട്. എങ്ങനെ വെക്കാം? തക്കുടു പൊട്ടിക്കരുത്, പൊട്ടിച്ച് വെള്ളം നിക്കില്ല കേട്ടോ. ഒന്നും ചെയ്യണ്ട, മമ്മി വരും. അവിടെ അല്ല, അവിടെ തുറക്കണ്ട, എത്തില്ല. മമ്മി വരും. പെണ്ണ് പിന്നെ വെറുതെ ഇരിക്കും. ഹായ്, ഇഷ്ടപ്പെട്ടോ? ഹായ് പറ. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു പറ. ഇഷ്ടപ്പെട്ടു. പറഞ്ഞല്ലേ നേരെ വെച്ചിട്ട് ഇറങ്ങാം, ഇല്ലെങ്കിൽ പൊട്ടിപ്പോവും. ആ ഒരു ബക്കറ്റ് എടുത്തിട്ട് ഒഴിക്കാം നമുക്ക്. ഓക്കെ, എന്തൊക്കെയും പറഞ്ഞ ആള് തമിഴാ പറയുന്നത്, പക്ഷെ മലയാളം മനസ്സിലാവും കേട്ടോ. കുട്ടീനെ തമിഴ് പഠിപ്പിക്കുന്ന മലയാളം പഠിപ്പിക്കാൻ പറഞ്ഞതാ. ആര് കേൾക്കണപ്പോ ചിങ്കരിച്ചിരിക്കണം. തണ്ണി ഊത്തലാ പറയട്ടോ. ഓക്കെ, എന്നാ ശരി ഗൈസ്. ഇനി ഞാൻ കടയിൽ പോകാണ്ടിരുന്നാൽ അവരെന്നെ ഓടിക്കും. എന്തൊക്കെയാ പറയണ്ട, എന്നൊക്കെ പറയണ്ടല്ലോ. ബാവ പറയില്ലേ? ആ ഓക്കെ. തക്കുടു ചേച്ചി പോട്ടെ, കടയിൽ പോകുമ്പോ വരാന്നൊക്കെ പറഞ്ഞ ആളാട്ടോ. ഇപ്പൊ കടയിലൊന്നും എന്തിനെന്ന് ചൂട് വെച്ചിട്ട് അമ്മ അതൊന്ന് നേരെ വെച്ചിട്ടൊന്ന് അതിന് ഇത്തിരി വെള്ളാക്കി കൊടുക്ക്. ഓക്കെ, അപ്പൊ ഞാനൊരു ഇത് അവിടെ നിന്ന് എടുത്തത് ഇങ്ങോട്ട് വെച്ചിട്ടുണ്ട്. കാരണം അവിടെ ആ സാധനം കുത്തിയിട്ട് ഇത് പൊട്ടിപ്പോയാലും വെച്ചിട്ട്. അയ്യോ, ഇച്ചിരി കണ്ടില്ലേ അവള്? അവൻ ഇച്ചിരി കണ്ടില്ലേടി? എന്താണ് നോക്കിയോട്, ചീത്ത പറയുമ്പോ നോക്കിയോട് ചിരിക്കും കേട്ടോ. കാണിക്കാനിക്ക് ഒതുങ്ങിയിരുന്നവിടെ. ഓ പണ്ട് വെള്ളം നോക്കിട്ടും അതില് വെള്ളം നിറച്ചിട്ട് നമ്മൾ ഇതിലേക്ക് ഒഴിക്കാനാണ് പ്ലാൻ. ഓക്കെ, ഞാൻ കടയിൽ പോട്ടെ, എന്നെ വെല്ലുമ്പോ ഓടിക്കും. കാണിച്ചു കൊടുക്കും, ബാക്ക് ക്യാമറ കാണിച്ചു കൊടുക്കും. പണ്ട് കരേച്ചൊരു കുട്ടിയായിരുന്നു, ചെയ്യാത്തതല്ലേ പറഞ്ഞില്ലേ? ആ ഇപ്പോഴാണെങ്കിലോ ഇടയ്ക്കിടയ്ക്ക് കരയുന്ന കുട്ടിയാണ്. ഇതെന്റെ, ഇതാരെടുക്കാൻ പറഞ്ഞ്? നോക്കട്ടെ നോക്കട്ടെ. അവൾക്ക് സ്വിമ്മിംഗ് പൂളിന് വേണ്ടി അവൾ എന്തും ചെയ്യും. തുടക്കുന്നുണ്ടില്ലേ? അയ്യോ, അവിടുത്തെ പോയിട്ടില്ല. മമ്മി ബാലവേല എടുപ്പിക്കണ കുട്ടീനെ. പനിയാണോ കുട്ടിക്ക്? അതെ, അതുകൊണ്ട് ഞങ്ങളിപ്പോ എന്ത് നല്ല കുട്ടികളാ. ഇവിടെ 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 വീഡിയോ എന്തായാലും കാണണ്ട വെക്കി. എനിക്ക് എന്താ ഒരു ആഗ്രഹം, സിൽക്കനെ ഞാൻ ഇവിടെ ഇരുത്തണം, എന്നിട്ട് ഉരുട്ടണം. അതാ കടക്ക് നോക്കരുത്, അതിന് മനസ്സിലായി അതിനെന്തോ ചെയ്യാൻ പോണത്. പേടിച്ചേ അത് കിടക്ക് നോക്കൂ, പാവം. എന്റെ കുട്ടി അവിടെ വല്ല തക്കുളും മതി തക്കോ. പാവ പിന്നെ വരില്ല കേട്ടോ. അവ മമ്മി കാട്ടിയ പോലെ കാട്ട് പിടിച്ച അവിടെ കിടത്തുന്നിട്ട്. പോട്ടെ 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 പോട്ടെ. പാവയ്ക്ക് ഞാൻ നോക്കാനുള്ള എല്ലാ ട്രിക്കും അറിയാട്ടോ. എന്റെ തക്കുമ്പ കണ്ട ബോള് നമുക്ക് പിന്നെടുക്കാം.
പവി അവിടെ നിക്കുന്നുണ്ട്. പവി ഭർത്താവ് തക്കുടു ഇവിടെ വാ. പവി ഭർത്താവിന്റെ രണ്ടമ്മയാണ്, രണ്ടാളി അമ്മയെന്ന് വിളിക്കുക. വല്യമ്മ അമ്മാമ്മ കടകില്ലേ. പനി മാറിയിട്ടേ ഇറക്കുള്ളൂ. ഇപ്പൊ തന്നെ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാണ്. എന്തിനും അവൾ സമ്മതിക്കും. അവൾക്ക് അതിൽ ഇറങ്ങിയാ മതി. മാറി മാറി കാണില്ല. ഇനി മതിട്ടോ. പനിയല്ലേ? അയ്യോ എന്നെ വിളിക്കാൻ പോട്ടെ. ആ കടയില ബൈ. ഇപ്പൊ വരാ. എന്താണ് ഈ കുട്ടി അതിലൊന്ന് പനിയാണ് കേട്ടോ കുട്ടിക്ക്. അപ്പൊ ഞാൻ പറഞ്ഞു ഇവരിങ്ങനെ വേണ്ട എന്നെ ഇങ്ങനെ വിളിക്കണം മേമ വാ സ്വിമ്മിംഗ് പൂളിൽ വെള്ളം നിറയ്ക്കാൻ പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു അയ്യൊന്ന് നിറച്ചിട്ട് അതിന്റെ കാല് മാത്രം ഒന്ന് നനച്ചെടുക്കാം, അപ്പൊ തന്നെ എനിക്ക് പനി മാറി പറഞ്ഞു. അപ്പൊ ഇവര് പറഞ്ഞു മേമയ്ക്ക് തക്കുടിനെ കുറിച്ച് അറിയാണ്ടാണ് ഈ വീട് പൊളിക്കും മറിക്കുന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇല്ല, കാല് മാത്രം നനച്ചിട്ട് എടുക്കാന്ന്. അപ്പൊ ഞാൻ കാല് മാത്രം നനയ്ക്കും, അത് കഴിഞ്ഞ് എടുക്കുന്നു അവളോട് പറഞ്ഞു. കാല് നനച്ചു വന്നു, ഇതാ നിക്കുന്നു നോക്ക്. ഗുഡ് ഗേൾ തക്കളു, ഗുഡ് ഗേൾ. അതിനെ കുറിച്ച് അവളുടെ അമ്മയ്ക്ക് കൊടുക്ക്. പിടിച്ചേ ഞാൻ കടയിൽ പോട്ടെ. എന്താണ് പറയാനുള്ളത്? എനിക്ക് അഭിനയമാണ്. കുറച്ചേരം നോക്കിയോ? അത് ഞാൻ വെള്ളം ഒഴിച്ചാലേ പോവുള്ളൂ. സ്വയം വന്നിരിക്കും. അത് ഞാൻ വെള്ളം ഒഴിച്ചാൽ അവിടെ താഴെ കൊണ്ടേക്കും. കണ്ടോ ആ കുട്ടർ പനി മാറി. എന്ത് ഞാൻ വിളിക്കാം പൊക്കോ. വന്നിട്ടുണ്ട് കേട്ടോ. ഈ കുട്ടീനെ ഞങ്ങളുടെ ഇഷ്ടത്തിന് വളർത്താൻ അവളുടെ അമ്മ സമ്മതിക്കുന്നില്ല കേട്ടോ. ഒരു മിഠായി കൊടുക്കാൻ സമ്മതിക്കുന്നില്ല. എന്തൊക്കെയോ പറഞ്ഞിട്ട് കുട്ടീനെ ഒന്നും കഴിക്കാൻ പറ്റാണ്ടിരിക്കുക. എന്നിട്ട് എന്താ കുട്ടിക്ക് ഒന്നും അടിക്കാൻ വയ്യ. അമ്മയും ബെഡ് റെസ്റ്റിലാണ്. ബിസ്ക്കറ്റ് എന്താ കഴിക്കണേ? കുറച്ച് ഭസ്മം മേടിച്ചിട്ട് വെച്ചേ. അപ്പൊ ഒരു കേസ് ഒരു കാര്യം. ഇത് ബിസ്ക്കറ്റ് അല്ല. ഞാൻ എന്താ വെച്ചാൽ ഇവിടെ കാർഡ്സ് ഉണ്ട്. റോയൽ പോകുമ്പോ ഇവിടെ കാർഡ്സ് ഉണ്ട്. അപ്പൊ ഞാൻ അതിന്റെ പെട്ടിയെന്നാ വിചാരിച്ചിട്ടോ. ഞാൻ നോക്കുമ്പോ ആള് കൂളായിട്ട് പൊട്ടിച്ച് നിക്ക് ഒരു മിനിറ്റ് ഇപ്പൊ കാണിച്ചു തരാം കേട്ടോ. ആള് കൂളായിട്ട് ഇത് പൊട്ടിച്ച് കഴിക്കണു. ഞാൻ വിചാരിച്ചു വാവ എന്താ അവൾക്ക് കൊണ്ടുകൊടുത്ത് ഇങ്ങനെ കഴിക്കാൻ. ഇങ്ങനെ പൊട്ടിച്ചിട്ടാ കഴിക്കുന്നേ. പ്രാന്തയ്യോ കഴിക്കുന്ന നോക്കട്ടെ. മേമോൻ ചോദിച്ചത് എത്ര പേര് കഴിക്കുന്നത്? കഴിക്കും. കമന്റ് ചെയ്യാ ഗൈസ്. ബ്ലഡ് ഇല്ലാണ്ടാണ് കഴിച്ചത്. നല്ല സ്വഭാവം. നമ്മളെ വീട്ടില് മീന് വറക്കുന്നുണ്ട്. നിങ്ങൾക്ക് മണം വരുന്നുണ്ടോ? മണം വരച്ച കമന്റ് ചെയ്യണം കേട്ടോ. എന്തേ കുട്ടികൾ ഇങ്ങനെ ഇത് എന്ത് ഉണ്ടാക്കുന്ന അറിയോ? അവിടെ കിട്ടിയില്ല, അതുകൊണ്ട് വാവിന്റെ അടുത്ത് എന്താ പൊന്നാ നോക്കേ. അതൊന്നും കഴിക്കണ്ട. ചേച്ചി മതിയിട്ടാ കുട്ടിക്ക് കൊടുക്കണ്ട. പനിയാ. ഇതെടുത്ത് വെച്ചോ. അവള് കൊടുക്ക കുട്ടീനെ കരയിപ്പിക്കണ്ടേ? മേമയ്ക്ക് എവിടെ ലോലിപോപ്പ്? നന്നായിട്ട് മോളെ. എന്തായാലും നല്ലതാട്ടോ ഈ സ്വഭാവം. നമ്മുടെ കൈ രാവിലെ എണീക്കുമ്പോ അങ്ങനെയായിരുന്നു കൈ. മോതിരം എടുക്കാൻ കിട്ടണ്ടായിരുന്നു. നോക്ക്, അത് ഒരു മോതിരം ഇട്ടാ പോരാ, 2 മോതിരം ഇടണായിരുന്നു. എനിക്ക് ഉണ്ണിയുടെ വാതിലെടുക്കും. എല്ലാരും പഠിപ്പിക്കിട്ട് ദുശീലൊക്കെ എല്ലാത്തിനും കിട്ടും. ബിസ്ക്കറ്റ് കഴിക്കുക, പോലെ കഴിക്കുക. ആ കുട്ടിയും കണ്ടുപിടിക്കുകയാണ്.
വാവയ്ക്ക് കൊടുത്തു കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു വാവയ്ക്ക് ഉണ്ണിക്കൊന്നും കൊടുത്തു പോയത് ശരിയാക്കും പറഞ്ഞപ്പോ ഒരു ഡയലോഗ് പറഞ്ഞോട്ടെ. എന്താണ്? കഴിച്ചാലേ അതിന്റെ ടേസ്റ്റ് അറിയുള്ളൂ, കഴിക്കാണ്ടാണ് ഞങ്ങള് തല്ലിയ അതിന്റെ ഇതറിയുള്ളൂ. അപ്പൊ തക്കും ടേസ്റ്റ് അറിയണ്ടേ? ചൈൽഡ് ആണ്, നമുക്ക് അഡൽട്സ് ആണ്. ടേസ്റ്റ് ഇല്ലേ? കഴിച്ചു. അവർക്ക് ഭ്രാന്തച്ച് നമ്മളങ്ങനെയല്ല കേട്ടോ. അവേ മേമ പണ്ട് ഭസ്മം കഴിക്കില്ലേ? ഞാൻ പണ്ട് കഴിച്ചിരുന്നു, ഇപ്പൊ ഇല്ലല്ലോ. എപ്പോഴും ഇടയ്ക്കൊക്കെ കഴിക്കും. ഇല്ലില്ല, ഇപ്പൊ നിർത്തി. ഇപ്പൊ പക്ക നിർത്തി. ഇപ്പൊ കുട്ടിയുടെ മേത്തൊക്കെ ബ്ലഡ് വന്നേ. അതടിച്ച് അവള് കളിക്കില്ല. നോക്കും കുറേ സാധനങ്ങളുണ്ട്. പൊടിപ്പെടുത്തോ? ഇത്രയും സാധനങ്ങൾ നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടിയിൽ കൊണ്ടുപോകാൻ ഗൈസ്, സീന് ഗൈസ്. ഇത് ഒരു സൈഡിലേക്കായിരിക്കുന്നു കേട്ടോ. എങ്ങനെയൊക്കെയോ വണ്ടി ചെരിഞ്ഞ് പോവായിരുന്നു. നല്ല വെയിറ്റ് ഉണ്ട്. എങ്ങനെയൊക്കെയോ വന്നു ഗൈസ്. സക്സസ്. വേണ്ട. എവിടെ ഇവരൊക്കെ? ഈ ഹെൽമെറ്റ് നല്ല വെള്ളമായിരിക്കും. ഓക്കെ ഓക്കെ മതി. ഓക്കെ ഗൈസ്, ഇനി എനിക്ക് ഒറ്റപ്പാലം പോകാണ്ട്. ഇതിലാണെങ്കിൽ ഫുള്ള് വെള്ളമായിരിക്കുക ഹെൽമെറ്റിൽ. എങ്ങനെയാണോ? നല്ല മഴയായിരുന്നു. സ്ലേറ്റ് പെൻസിൽ ബിജു ചേച്ചി പറഞ്ഞിട്ട് മേടിച്ചാട്ടോ. എന്തായാലും കൊണ്ട് കൊടുക്കാം നമുക്ക്. ഇതൊന്നും ഞാൻ അടുത്തേക്കാം. ടിക്കലുണ്ടടി. എല്ലാരും ഫുഡ് കഴിക്കണം കേട്ടോ. ഫുഡിന് എന്തൊക്കെയാ സ്പെഷ്യൽ വെച്ചാ എന്തൊക്കെയൊക്കെ ഉണ്ട്. ഞാനൊന്നും എനിക്ക് വയ്യാത്തോണ്ട് അങ്ങോട്ട് പോയിട്ടേ ഇല്ലെന്ന്. ചേച്ചി നമ്മുടെ രഞ്ജുമോളും കൂടിയാണ്. ചിക്കൻ ഉണ്ട്. അപ്പോൾ ഉണ്ണി കഴിക്കുമ്പോൾ ഉണ്ണി രഞ്ജു ചേച്ചിയോട് കഴിച്ചു ചോദിക്കും കേട്ടോ. അപ്പോൾ ചിക്കൻ ഉണ്ട്, മീനുണ്ട്, പിന്നെ എന്തോ ഉപ്പേരി ഉണ്ട് കേട്ടോ, തോരൻ, രസമുണ്ട്, പിന്നെ ഇതെന്താ അവിയലാ തോന്നുന്നു. അവിയൽ എന്തൊരു കൂട്ടാണ്, പിന്നെ അച്ചാറൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം എല്ലാവരും കഴിക്കുകയാണ്. ഉണ്ണി വീതമ്മ എങ്ങനെയുണ്ട് ഫുഡ്? ജയ് എങ്ങനെയുണ്ട് ഫുഡ്? രാവിലത്തെ ഫുഡോ? അത് മലയാളം അറിയും പറഞ്ഞു. എല്ലാം എനിക്ക് മനസ്സിലായി പറഞ്ഞു. രാവിലത്തെ നന്നായിട്ട്. അതെ ശരി. രാവിലത്തെ നന്നായിട്ടുണ്ടോ? ഉച്ചത്തെ ആണോ നല്ലത്, രാവിലത്തെ ആണോ? ഓക്കെ ഓക്കെ. അപ്പൊ അതെവിടെ ഇങ്ങോട്ട് മാറി ഇങ്ങനെ റൗണ്ട് ചെയ്ത് വരാമോ? ഒന്നും കിട്ടുന്നിട്ട് അവിടെ നിന്നോ. പവി ഭർത്താവിന് മിസ് ചെയ്യണ്ടോ? നന്നായി കഴിക്കണ്ടോ? എന്നിട്ട് ഭർത്താവിന് മിസ് ചെയ്യണു പറഞ്ഞിട്ട് ഭർത്താവ് പറഞ്ഞിരിക്കണ എൻ്റെ അടുത്ത് എന്താ വെച്ചാ, എന്നൊക്കെ ഭർത്താവ് എൻ്റെ അടുത്ത് എന്താ പറഞ്ഞാ, മേമേ 2 കാര്യം ചെയ്തിട്ട് വേണം അവളെ വിടാൻ. ഒന്ന് അവളെ മലയാളം പഠിപ്പിച്ചു കൊടുക്കണം, ഒന്ന് അവളെ തടി വെപ്പിച്ചിട്ട് വേണം വിടാന്നാ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ. പിന്നെ ഉണ്ണിക്ക് മറ്റേ കുറച്ചൊരു ഭേദമുണ്ട്, എന്നാലും കുഴപ്പമില്ല. അച്ചുമ്മ എന്താണ് അച്ചുമ്മ കഴിക്കാൻ? അച്ചുമ്മക്ക് പ്ലേറ്റ് ഇല്ലേ? ഉണ്ടല്ലോ. തക്കോട് പിന്നെ അവിടെ എന്തൊക്കെയോ ഒപ്പിക്കുന്നുണ്ട് കേട്ടോ. അതെ, ഇപ്പൊ നമ്മള് നല്ല ക്ലീനുള്ള വീടാണ് കേട്ടോ. ഇപ്പൊ നമ്മള് നല്ല ക്ലീൻ ആയിട്ടാണ് വീട് കിടക്കുന്നത്. അപ്പൊ ആരെങ്കിലൊക്കെ വന്നാൽ ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഇനി ഇവരൊക്കെ പോയാലേ ഞാൻ വൃത്തിയാക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ കിടക്കട്ടെ. വാവക്കുട്ടി ഒറ്റപ്പാലം പോയിരിക്കട്ടെ. ഇവർക്ക് ഈ റൈസ് ഇവർക്ക് പറ്റില്ല. അപ്പൊ അതുകൊണ്ട് പൊന്നിയരി ഇങ്ങനെ അതൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. നമ്മളിവിടുന്ന് കുറച്ച് വാങ്ങി വെച്ചു, പക്ഷെ ഒന്നും കൂടി നല്ലതും കൂടി വാങ്ങിയതാണ്. ചെന്നൈ തരയിടാവുള്ളൂ കേട്ടോ. ചേച്ചി അച്ചക്ക് വാവുകുട്ടി ഒരു കൊറിയർ അയക്കാൻ വേണ്ടിയിട്ട് ഏട്ടനും വാവുകുട്ടിയും കൂടി പോവാണ് കേട്ടോ. അപ്പൊ തക്കുടും വരുന്നുണ്ട്. ഇവര് ബാഗൊക്കെ തൂക്കിയിട്ട് ഇവര് വേറെ എന്താ പറയാ, ആള് പ്രതിനെ പിടിക്കാൻ പോണ പോലെ പോണത്. ഞാൻ തക്കുടിന് മേടിച്ചു കൊടുത്ത സ്ലേറ്റാ. ഇന്ന് മേടിച്ചാൽ ആരെയും കണ്ടാ പറയും. എന്താ പറയാ, ഇവര് കൊറിയർ അയക്കാൻ വേണ്ടി പോകട്ടോ.
ഇട്ടിട്ട് പോയിച്ചിട്ട് നോക്കി നോക്കിണ്ടിരിക്കുക ഡെയിലി എപ്പോഴും അല്ലല്ല ഡാഡി പറഞ്ഞ ഉയരാണ് കേട്ടോ. ഇവള് വിജിതണ്ണിയോട് ചോദിക്കും ചക്കര ഇരിക്കാ ഡാഡി വരെ ടൈമായി. എന്തിനാ ചോദിച്ചാ ടീ പോടുறதுக்கு പറയും. ചായ ഉണ്ടാക്കാനാണ് ഉമ്മ ചേച്ചിക്ക് കെട്ടിപ്പിടിച്ചിട്ട് ഇല്ല നോ പറഞ്ഞിട്ട് പോ. ഞാൻ പറഞ്ഞില്ല അനുസരിക്കോ? ശരി വാവ ചേച്ചിക്ക് ഒന്ന് കൊടുക്ക്. വാവ ചേച്ചിക്ക് വീടിന്റെ മുന്നില് വെള്ളപ്പൊക്കം വന്നു. അപ്പൊ നമ്മുടെ കുട്ടപ്പൻ മഴയത്തൊന്ന് പുറത്തു പോകണം. വാവ തക്കോടും കൂടി ഫ്രണ്ടിലിരുന്നോ? തുറക്കട്ടെ. ഇതെടുക്ക് വാച്ചി. അതിന് കൊറിയർ അയക്കാനാ പോണത്. അത് മറന്നിരിക്ക. നോക്കണം ചോയ്ക്ക്. പൈസ ഇടാനാറ് പൈസ ഇടാ. ഇവിടെ കരയും കേട്ടോ മുട്ട. വേണ്ട പോട്ടെ പോട്ടെ പോട്ടെ. പൊക്കോ പൊക്കോ. ബാക്ക് അടിച്ചോ? പൊക്കോ 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 പൊക്കോ. ഇനിയും പൊക്കോ. അപ്പൊ അങ്ങനെ അവര് പോയിട്ടോ. നല്ല മഴയാണ്. ഞാനിങ്ങനെ പേടിപ്പിക്കാറ്. ലോറി കടിക്കാൻ പാടില്ല. ഞങ്ങളിവിടെ കിടക്കുകയാണ് ഗായ്സ്. ഇപ്പൊ ഈ ചിങ്കിരി പഴയ പോലെ ഒന്നല്ല. കരച്ചിലാണ് ഏത് നേരവും കരച്ചിലാണ്. ഇപ്പൊ ഇങ്ങനെ ആക്കും മുഖം ഇങ്ങനെ ആക്കും. നമ്മൾ വരുന്നുണ്ട്. അപ്പൊ ഞാൻ തട്ടുകടയ്ക്ക് പോകാൻ പോണേ. ഞാനും ചെയ്യട്ടെ. ഉമ്മതാ ഇത് നോക്ക് നോക്ക്. ഇവിടെ നോക്ക് ഇവിടെ നോക്ക്. അങ്ങോട്ട് നോക്കാൻ പാടില്ല. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മുടെ ജയേട്ടന്റെ വണ്ടി ഇങ്ങോട്ട് കൊണ്ടുവന്നു കേട്ടോ. ജയേട്ടന്റെ ഒരു ഫ്രണ്ട് ഓടിച്ചിട്ട് വരിക ചെയ്തത്. അപ്പൊ ഇനി പോകുമ്പോ ഈ വണ്ടിയിലായിരിക്കും പോവാ. ഇവര് ട്രെയിനിലാണ് വന്നത്. അപ്പൊ ഓക്കെ തക്കുട് കയറി ഇരുന്നുണ്ട് കേട്ടോ. അവര് തട്ടയിടയ്ക്ക് പോവാണ്. എടുത്തിട്ടിരിക്കണം ആൾക്കാര്. പേടി വേണം. പേടിയില്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. കരയാൻ തുടങ്ങും. അച്ഛൻ മമ്മ കഴിക്കണ പൊക്കോ. ആരും പോണില്ല ഇവിടുന്ന്. മമ്മി ആരും പോണില്ല ഇവിടുന്ന്. കേട്ടില്ല? അയ്യോ അവരെ കണ്ട സീനാണ് കേട്ടോ. ആരും ഇവിടെ കരയാനും പോണില്ല, ഒന്നിനും പോണില്ല. മിണ്ടാതിരിക്കണം ഇവിടെ. അതാണ് ഇവിടുത്തെ ലക്ഷ്യം. അമ്മ ഞങ്ങള് നീക്കാൻ ശ്രമിക്കണ്ട ആരും. കണ്ടു ഞങ്ങള്. അമ്മയും അമ്മയൊന്നുമില്ല. ഒരാളും മുണ്ടേക്കാണ്. മപ്പ് വന്ന് എണിച്ച് സമാനപ്പെടുത്തടാ. വേറെ എത്ര നേരം മിണ്ടാതിരുന്നറിയ മെരട്ടിരുത്തിരിക്കണ്. ആരും അവിടെ തിരിഞ്ഞു നോക്കണ്ട.
നേരെ നോക്കിയിട്ടിരുന്നായിരിക്കാൻ ഇരുന്നാ മതി. ഇവിടെ ആരും കരയാനും പോണില്ല, ഇവിടുന്ന് ആരും നീക്കാനും പോണില്ല. ഇവിടുന്ന് ആരും ഇവിടുന്ന് നീക്കാൻ പോണില്ല. ഇവിടെ ഇരിക്കണം. കൈയും കടിക്കാൻ പറ്റില്ല. കൈ താഴെ വെക്ക്. കുട്ടീനെ തൊടണ്ട. അയ്യോ ഇവിടെ കരയാനും പാടില്ല. കരയാനും പാടില്ല. ഇവിടെ ഒന്നും പാടില്ല. ഇരിക്കണം ഇവിടെ. അപ്പൊ നമ്മൾ എല്ലാരും ഫുഡ് കഴിക്കാൻ പോവാണ്. ഇവിടെ എല്ലാവർക്കും താഴെ ഇരുന്ന് കഴിക്കാനാണ് ഇഷ്ടം. അതുകൊണ്ട് നമ്മൾ താഴെ ഇരുന്നിട്ടാണ് കഴിക്കുന്നത്. മമ്മിക്ക് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും വയ്യാതെ ആടണു മമ്മി. അപ്പൊ എനിക്കാണെങ്കിൽ തലവേദനിച്ചിട്ട് വയ്യാട്ടോ. എനിക്ക് തോന്നുന്നു കൊറേ അലറിയിട്ടൊക്കെ തോന്നുന്നു. പിന്നെ പുറത്തൊക്കെ പോയില്ലേ കൊറേ കഴിഞ്ഞിട്ട് രാവിലെ ഉച്ചയുടെ മുന്നേ. ഓ നോക്ക് ചെറുത് ഫുഡ് കൊടുക്ക. കുറച്ച് പൊറോട്ട എടുക്കട്ടെ ചിങ്കിരി. നമ്മൾ പൊറോട്ടയും മീൻ ഫ്രൈ, ഫിഷ് ഫ്രൈ, ചിക്കൻ കറി, രസം, പിന്നെ അവിടെ എന്തൊരു കറിയുണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. എന്തായാലും എല്ലാരും കഴിക്കട്ടെ. ஐயோ குழம்பெல்லாம் சாப்பிட கூடாது. இந்த குழம்பு வைக்கிட்ட அம்மா செஞ்ச குழம்பு, அந்த சிக்கன் குழம்பு. பிரஜி உட்காருமா. சிங்கிரி நம்ம கொடுக்குமே. சிங்கிரி நான் பிரஜி ஆச்சா இது உன்னை அம்மனே